ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് എൻ്റെ കോളേജ് ട്രിപ്പിൻ്റെ വ്ളോഗാണ്. ഞങ്ങൾ സാറ്റർഡേ രാവിലത്തെ ട്രെയിനിലാണ് പോയത്. അങ്ങനെ ട്രെയിനിൽ കയറി തിരക്ക് പിടിച്ച് കയറി എല്ലാവരും സീറ്റൊക്കെ ഒപ്പിച്ചിരുന്ന് പിന്നെ ഞങ്ങൾ ഫുള്ള് പാട്ടൊക്കെ പാടി വൈബാക്കി. ഇവിടെ കാലിയാണ് ഗൈസ്. നമുക്ക് നമ്മളെപ്പോൾ ട്രെയിനിലാണുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. അങ്ങനെ കുറച്ച് ഗെയിംസൊക്കെ കളിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഗോവ ബ്രിഡ്ജ് കണ്ടു. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് ലൈറ്റ് കിടന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയി. അപ്പോൾ ഫുഡ് കഴിച്ചു, പിന്നെ യൂണോ കാർഡ്സ് കളിച്ചു. അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. നാളെ കാണാം അല്ലേ? ഓക്കെ, ബൈ. പിന്നെ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ബസ്സിൽ കയറി. ബസ് മാറി മാറി കയറിയിട്ടുണ്ടായിരുന്നു. ബസ് ബ്രേക്ക് ഡൗൺ ഒക്കെ ആയി. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങളതൊക്കെ പോസിറ്റീവായിട്ടെടുത്ത് വൈബാക്കി. ഞങ്ങൾ പിന്നെ ഒരു 3 മണിയായപ്പോഴാണ് എത്തിയത് രാവിലെ. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. പിന്നെ ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ വേഗം ഫ്രഷപ്പായി രാവിലത്തെ ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ താജ്മഹലിലേക്കാണ് പോയത്. കണ്ടാ മനസ്സിലാവില്ല.
ഐസ്ക്രീമാണ് ആർക്കെങ്കിലും താജ്മഹലിൻ്റെ അവിടെ എത്തിയപ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണൽ ചാൻസ് കുറവാന്നുള്ളത്. പക്ഷെ എന്നാലും ഞങ്ങൾ പോയി. ഷാജാൻ തന്റെ വൈഫ് മുംതാസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ്. താജ്മഹൽ കാണാനില്ല. അങ്ങനെ താജ്മഹലിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു ഉച്ച ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ആഗ്ര ഫോർട്ടിലേക്കാണ്. അങ്ങനെ ആഗ്ര ഫോർട്ട് കണ്ട് ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ ജയ്പൂരിലേക്കാണ് പോയത്. അന്ന് ഞങ്ങൾ ജയ്പൂരിൽ ഫത്തേപൂർ സിക്രിയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ പിറ്റേന്ന് ഞങ്ങൾ പോയത് ഫസ്റ്റ് ഹവാമഹലിലേക്കാണ്. അവിടുന്ന് ഞങ്ങൾ നേരെ ജന്തർ മന്ദിറിലേക്കാണ് പോയത്. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ജൽമഹലിലേക്കാണ്. അതിന്റെ അടിയില് 2 നില. അവിടുന്ന് നേരെ പോയത് ആംബർ ഫോർട്ടിലേക്കാണ്. അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
പോയതിൽ വെച്ചിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടായിരുന്നു അത്. നമ്മൾ ആംബർ ഫോർട്ടിന്റെ സ്റ്റെപ്പുകൾ പടികൾ ഓരോന്നോരോന്നായി നമ്മൾ പിന്നിട്ടു. ഇപ്പോഴും മുമ്പിൽ അഞ്ചു തന്നെയാണ്. നമ്മളെപ്പോലത്തെ ആൾക്കാർ കയറിയില്ലേ, അതേപോലത്തെ ആൾക്കാരുണ്ടോ? അതിനാ അതിന്റെ ബാക്കിൽ പോന്നതാ. പിന്നെ അന്ന് നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. ക്യാമ്പ് ഫയർ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് ഡൽഹിയിലേക്കാണ്. ഡൽഹി ഒരു പുലർച്ചെ ആയപ്പോഴാണ് എത്തിയത്. പിന്നെ ഞങ്ങളെല്ലാവരും ഫ്രഷപ്പായി ഫുഡൊക്കെ കഴിച്ച് നേരെ പോയത് ഇന്ത്യ ഗേറ്റ് കാണാനാണ്. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ഹുമയൂൺ ടോംബിലേക്കാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ പോയത് കുത്തബ് മിനാർ കാണാനാണ്. ഇതിനുശേഷം ഞങ്ങൾ സരോജിനി മാർക്കറ്റ് കൂടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അന്ന് അവിടെ ഡൽഹി സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ റിട്ടേൺ വന്നത്. പിന്നെ പിറ്റേ ദിവസം നൈറ്റായി ഞങ്ങൾ എത്താൻ വേണ്ടിയിട്ടൊരു 1 o'clock ആയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു എല്ലാവർക്കും ഭയങ്കര മിസ്സിങ് ആയിട്ട് തോന്നിയത്. അതുവരെ ട്രിപ്പെല്ലാം എല്ലാവരും അടിച്ചു പൊളിച്ച് ലാസ്റ്റ് ദിവസമായപ്പോൾ എല്ലാവർക്കും നല്ല മിസ്സിങ് ആയി. അതേപോലെ തന്നെ ഞങ്ങൾ ജയ്പൂരിൽ ബാപ്പു ബസാറിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അതേപോലെ തന്നെ സരോജിനി മാർക്കറ്റ് ഡൽഹിയിൽ നിന്ന്
പിന്നെ ഫത്തേപൂർ സിക്രി അതൊന്നും വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബാപ്പു ബസാറും അതുപോലെ തന്നെ സരോജിനി മാർക്കറ്റെല്ലാം നല്ലോണം എൻജോയ് ചെയ്തിട്ട് നിന്നൊരു ടൈമായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, അതാണ് സംഭവം. അപ്പോൾ ഇതൊരു തട്ടിക്കൂട്ട് വ്ളോഗാണ്, കുറച്ച് ക്ലിപ്സൊക്കെ വെച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ടാക്കിയതാണ്. അപ്പം കുറേ വീഡിയോസെല്ലാം മിസ്സിങ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.